ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര മൂന്നാറിലെ ഗ്യാപ്പ് റോഡാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് അങ്ങനെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. പക്ഷേ ഞാൻ വാഹനത്തിലായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് അധികം നിന്ന് വീഡിയോസ് കാര്യങ്ങളൊന്നും പിടിക്കാൻ പറ്റാത്തത്. പക്ഷേ എന്ത് പറഞ്ഞാലും നമ്മൾ വാഹനത്തിലാണെങ്കിൽ പോലും ഇത് മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അതായത് ആ തേയിലത്തോട്ടവും അതുപോലെ ആ ഒരു വല്ലാത്തൊരു വ്യൂ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മൂന്നാർ പോകുന്ന കൂട്ടുകാർ ഈ ഗ്യാപ്പ് റോഡൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ചെറിയ വാഹനങ്ങളിലോ അല്ലെങ്കിൽ വലിയ വാഹനത്തിലാണെങ്കിലും കുഴപ്പമില്ലട്ടോ, നമുക്കവിടെ ഇപ്പോൾ ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും കേട്ടോ. പക്ഷേ നമ്മൾ വേറെ ഒന്ന് രണ്ട് സ്പോട്ട് നോക്കി അങ്ങനെ പോയതുകൊണ്ടാണ് കേട്ടോ നമുക്കവിടെ ഈ ഒരു ഭാഗത്ത് അധികം ഇറങ്ങാൻ പറ്റാത്തത്. പക്ഷേ ഇറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ആ വാഹനത്തിൽ വെച്ച് തന്നെ നമ്മളൊരു വീഡിയോ സെറ്റാക്കി എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ അവിടെ ഇറങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായിട്ടുള്ള നിന്ന് കാഴ്ചകളും കാണാം, നല്ല അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ അങ്ങനെ മൂന്നാർ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഭാഗങ്ങളിലൊക്കെ ഇറങ്ങി അവിടെ നിന്ന് ആ വ്യൂ ഒക്കെ ആസ്വദിക്കുക കേട്ടോ. പിന്നെ നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ സെറ്റാക്കാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ്. പിന്നെ ഇത് മുൻപ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെയും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രോൺ വഴി അവർ വീഡിയോസൊക്കെ എടുത്ത് തരും കേട്ടോ. ഏകദേശം ഒരു 500 രൂപ മാത്രമേ ഇവിടെയും റേറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ പോകാൻ മൂന്നാറൊക്കെ പോകുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഇറങ്ങി നിൽക്കുക. നമുക്ക് ഈ റോഡ് സൈഡാണ് കേട്ടോ. റോഡ് സൈഡ് മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ, താഴെ ആ തേയിലത്തോട്ടത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്നാർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൂന്നാറിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് തേയിലത്തോട്ടത്തൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാണ്ട് പ്രത്യേക സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ ആ കിടക്കുന്ന ആ ഒരു ഡാമുണ്ടല്ലോ, അത് നമ്മൾ ഇതിന് മുൻപിൽ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആനയിറങ്ങൽ ഡാം എന്ന് പറഞ്ഞിട്ട് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോയി ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാകും. പിന്നെ ഇവിടെ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതിൽ ഏകദേശം വീടുകളും അവിടുത്തെ തൊഴിലാളികളുടെ വീട് തന്നെയാണ് കേട്ടോ. അവിടുത്തെ തൊഴിലാളികളുടെ വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സ്പോട്ട് വഴിയൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും കേട്ടോ. അവിടെയൊക്കെ പോയി നല്ല അടിച്ച് പൊളിക്കാനൊക്കെ പറ്റും. ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്ക് സെറ്റാക്കാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം, ഇത് നമ്മൾ കറക്റ്റായിട്ട് മൂന്നാർ പോകുന്ന വഴി തന്നെയാണ് ഗ്യാപ്പ് റോഡ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു നല്ല വെടിക്കേണ്ടായിട്ടുള്ള ഒരു 10 സ്പോട്ട് ഏകദേശം മൂന്നാർ ഭാഗത്തുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും ഇതെല്ലാം കാഴ്ചകളൊക്കെ കണ്ടു മടങ്ങി വരാൻ പറ്റത്തില്ല. അതായത് അവിടുത്തെ ഒരുപാട് അതായത് ഈ ശർക്കര ഫാക്ടറിയും ഈ മറൈൻ ശർക്കര അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്, പിന്നെ അതുപോലെ ഒരു റോസ് ഗാർഡനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളവിടെ പോവുകയാണെങ്കിൽ അവിടുത്തെ റോസ് ഗാർഡൻ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അതായത് ഏകദേശം നമ്മളെ ഇതിൽ വേൾഡിൽ നമ്പർ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഞാനത് പോയില്ല, എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ പോയ ആ മാട്ടുപ്പെട്ടി ഡാം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അടുത്ത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു സ്ഥലം നമുക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല. ഞാനിതിന് മുൻപത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടോ. അതായത് അരിക്കമ്പൻ പോയ വഴിയാണ് കേട്ടോ ഇതൊക്കെ. അരിക്കമ്പനെ പോയ ആ ഒരു റോഡും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും അവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ച തന്നെയാണ്. പിന്നെ ഞാൻ പോയത് ഏകദേശം ഒരു ഉച്ച സമയത്താണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിത് ഈ ഒരു കാലാവസ്ഥ എങ്കിലും ഈ മോൾ ഭാഗത്തെല്ലാം നമുക്ക് കാണാൻ കേട്ടോ. ഇങ്ങനെ മഞ്ഞിറങ്ങി തുടങ്ങി കേട്ടോ, കോടമഞ്ഞിറങ്ങി തുടങ്ങി. ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തായിരുന്നു കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ആ കോടമഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മഞ്ഞ് കംപ്ലീറ്റ് താഴ്ന്നു നിൽക്കുന്ന ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അതെ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ, ഇതൊക്കെ ഈ കുഞ്ഞു വാഹനങ്ങളിലൊക്കെ വരുന്നതാണ് കേട്ടോ. ഫാമിലിയായിട്ടൊക്കെ അങ്ങനെ വരുന്നവരാണ് കേട്ടോ. ഈ വാഹനം പാർക്ക് ചെയ്ത് അവരിങ്ങനെ ഇറങ്ങി നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെ കാണുകയാണ് കേട്ടോ. അത് ഞാനിതിന് മുൻപ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്നില്ലേ, നമ്മൾ ഈ മൊബൈൽ ക്യാമറകളിലൊക്കെ കാണുന്ന കാഴ്ചയല്ല കേട്ടോ. ശരിക്കും പറയാം, നമ്മളെ കണ്ണിനെ നമ്മൾ കാണുന്നത് ഇതെന്ത് രസം എന്ന് പറയാൻ പോകുന്നത് ഇവിടെയൊക്കെ നിന്ന് കാണാനായിട്ട്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. തേയിലത്തോട്ടവും ബാക്കി അങ്ങോട്ടുള്ള ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ടീം, അതായത് ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൂന്നാറോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളോ ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇത് വീഡിയോ പോസ്റ്റ് ഇപ്പോഴാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ഏകദേശം 1 മാസത്തിന് പുറത്തായി കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സ്പോട്ട് കൂടെയാണ് കേട്ടോ മൂന്നാറിലെ. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ പല കൂട്ടുകാരും ഈ മാട്ടുപ്പെട്ടി ആ ഡാം എക്കോ ഡാമിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്കോ പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പ്ലേസിലൊക്കെ മാത്രം പോയി പലരും അവിടെ മാത്രം വരെ പോയിട്ട് തിരിച്ചു പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 1-2 വീഡിയോസിൽ കാര്യങ്ങളിൽ ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്ത് പലരും പറഞ്ഞു അവിടെ ആ ഒരു കാഴ്ച മാത്രമേ ഇല്ലേ ഉള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോകുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെയുള്ള മെയിനായിട്ടുള്ള നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അവിടുത്തെ മെയിനായിട്ടുള്ള എത്ര നല്ല മനോഹരമായിട്ടുള്ള സ്പോട്ട് ഉണ്ടെന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അവിടെ ഒരുപാട് നല്ല ഭംഗിയുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് കേട്ടോ.
അപ്പോൾ എന്തായാലും ഞാൻ അധികമൊന്നും പറയുന്നില്ല കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഇതാണ് നമ്മൾ ഈ റോഡിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്നുള്ള വ്യൂ കേട്ടോ. അവിടെ ഞങ്ങൾ കുറച്ച് നേരം വാഹനം ഒന്ന് ഒതുക്കി നിർത്തി കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഈ താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ആ ഒരു ഡാം നല്ല ക്ലിയറായിട്ട് കാണാം. ഇപ്പോഴത്തെ മഞ്ഞ് ഈ മുകൾ ഭാഗത്തെല്ലാം മഞ്ഞ് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളത് ആ താഴത്തെ നമ്മളെ റോഡ് കേട്ടോ. നമ്മളിങ്ങനെ ഈ നല്ല റോഡുകളാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ നല്ല വളഞ്ഞും തിരിഞ്ഞൊക്കെ വരുന്ന റോഡുകളാണ്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് മാത്രം അങ്ങോട്ട് എന്ന് വെച്ചാൽ ആ ഒരു യാത്ര അങ്ങനെയാണ് കേട്ടോ. അവിടെ ഈ ഇടുക്കിയും അതുപോലെ നമ്മളെ മൂന്നാർ ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ അത് മാത്രമല്ല അവിടെ ആയിരുന്നാലും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ ബാക്കിയുള്ള ഇത്രയും ഡേഞ്ചറായിട്ടുള്ള റോഡുകളിൽ നല്ല വീതി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഡേഞ്ചർ എന്ന് ഉദ്ദേശിച്ചാൽ നല്ലപോലെ വളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു വരുന്ന സമയങ്ങളിലൊക്കെ നല്ല എക്സ്പീരിയൻസൊക്കെ ആയ ഡ്രൈവേഴ്സ് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടോ, ഇതൊക്കെ നല്ല മനോഹരമായിട്ട് ഇതിൻ്റെ മുകളിൽ ആ തേയിലത്തോട്ടത്തിനായിട്ട് അങ്ങോട്ട് പോകാനുള്ള ഇവിടെ ഫാക്ടറി കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ തേയില ഫാക്ടറി ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ മൂന്നാർ സ്ഥലത്തൊക്കെ. അപ്പോൾ ഈ മൂന്നാറിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെയൊക്കെ കയറി കാണാൻ പറ്റും കേട്ടോ. അതിനവിടെ ചെറിയ കുഞ്ഞു പാസെന്തോ സെറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അവിടെ പോയില്ല കേട്ടോ. ഇനി ഒരിക്കലും അങ്ങോട്ടെല്ലാം പോയി അടിച്ച് പൊളിച്ച് അവിടുത്തെ എല്ലാ സ്പോട്ടും തപ്പി വരുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ. പിന്നെ കുറേ ദൂരങ്ങളിൽ ഞങ്ങൾ പോയ സ്ഥലങ്ങളിലൊക്കെ തേയില പുതിയ പ്ലാന്റ് അവർ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതേ കുഞ്ഞ് തേയില നട്ടുകൊണ്ടിരിക്കുന്ന അതേ നടുന്ന ഒരു കാഴ്ചയും കാണാൻ പറ്റി. പിന്നെ ഇവിടെ പല കമ്പനികളുടെ ആ തേയിലയും തേയില ഫാക്ടറിയും കാണാൻ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളങ്ങനെ പോവുകയാണല്ലേ. പിന്നെ ഇത് ഈ കാണിക്കുന്നതിൻ്റെ ഇപ്പോൾ ഈ കാണുന്നില്ലേ ഈ ഒരു മലമ്പ്രദേശം, ഇതിൻ്റെ അപ്പുറത്തൊരിക്കൽ ഒരു സമയത്ത് മണ്ണിടിച്ചിലുണ്ടായി, ഗതാഗതമൊക്കെ അങ്ങനെ തടസ്സപ്പെട്ട ഒരു പ്ലേസാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഇടത് സൈഡ് കേട്ടോ, ഇടത് സൈഡിലൊരു മനോഹരമായിട്ടുള്ള വലിയ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതായത് നല്ല ഒരു ഹൈറ്റ് കൂടിയ ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാറ പൊട്ടിച്ചാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വഴിയെല്ലാം കാര്യങ്ങൾ സെറ്റാക്കിയത്. ഇതിൻ്റെ ഈ ഇടത് സൈഡിലായിട്ടുള്ള ഒരു വ്യൂ കാണാനായിട്ട് ഒരുപാട് കൂട്ടുകാർ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഓർത്ത് തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഞാനതിൻ്റെ വീഡിയോടെ ഞാനിതിലൂടെ ഉൾപ്പെടുത്താമെന്ന് കരുതി. പക്ഷേ പറ്റിയില്ല കേട്ടോ. കാര്യം നല്ലപോലെ ഇവിടെ എല്ലാം കോടമഞ്ഞുകൊണ്ട് മൂടി ഒന്നും കാണാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോകുന്ന ഈ യാത്രയിൽ തന്നെ ഇതിൻ്റെ ഈ ഒരു ഇടത് ഭാഗം കൂടെ കാണാൻ ശ്രമിക്കുക കേട്ടോ. നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട്. ഒരുപാട് ഉയരങ്ങളിൽ നിന്ന് താഴോട്ടുള്ള മനോഹരമായിട്ടുള്ള ഒത്തിരി കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു പോയിൻ്റ് തന്നെയാണ്. പിന്നെ ഇനി ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയങ്ങളിൽ ഒരുപാട് വീണ്ടും നല്ല മനോഹരമായിട്ടുള്ള ഫാക്ടറികളുമുണ്ട്. അതുപോലെ തന്നെ അല്ലാത്ത കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞങ്ങ് പോയെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ പോകുന്ന ഓരോ സ്ഥലങ്ങളുടെയും അല്ലെങ്കിൽ ഈ വീഡിയോസിൻ്റെ ഈ സെൻറ്റർ ഭാഗങ്ങളിലൊക്കെ ആയിട്ടെ ഓരോരോ മനോഹരമായിട്ടുള്ള നമുക്ക് കാണാനുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ ഒന്നും നിർത്താതെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ആ മാട്ടുപ്പെട്ടി എക്കോ ഡാം അങ്ങനെയൊക്കെയുള്ളതാണ് കേട്ടോ. അതായത് അവിടെ പോകാനായിട്ട് ഒരുപാട് കൂട്ടുകാർ അങ്ങോട്ട് നേരത്തെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സ്പോട്ട്. അതായത് ഞാനതിന് മുൻപ് നമ്മൾ ഈ കന്യാകുമാരി അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് കൂട്ടുകാർ അപ്പോൾ ആ സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ മൂന്നാർ പോവുക, മൂന്നാറിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പോകാൻ പറ്റിയത്. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു. പിന്നെ പോകുന്ന കൂട്ടുകാർ നമ്മൾ രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലപോലത്തെ കോടമഞ്ഞായിരിക്കും. അപ്പോൾ പിന്നെ ആ മഞ്ഞൊന്ന് മാറി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ കോടമഞ്ഞൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ, തീർച്ചയായിട്ടും നിങ്ങൾ രാവിലെ തന്നെ അവിടെ എത്താൻ ശ്രമിക്കുക. മാക്സിമം ഒരു 6 മണിക്കൊക്കെ അവിടെ എത്താൻ പറ്റിയ നിങ്ങൾക്ക് അത്രയും നല്ലത് കേട്ടോ. പക്ഷേ നമ്മൾ കുറച്ച് കൂട്ടുകാർ ഇതിന് മുൻപ് പോയിട്ടുള്ള കൂട്ടുകാർ പറഞ്ഞു കേട്ടോ, അവരവിടെ പോയി റൂം എടുത്ത് അങ്ങനെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വില്ലകളുണ്ട്. പിന്നെ ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാൽവരി മൗണ്ടിലേക്കാണെങ്കിലും നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് അവിടെ ആ കുഞ്ഞു വീടുകൾ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയ റേറ്റിനൊക്കെ തന്നെ അവിടെ നമുക്ക് കിട്ടും. അതും ഈ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഇടയിലാണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ തങ്ങാനും അതുപോലെ അവിടെ നിന്ന് രാവിലെ തന്നെ നമുക്ക് അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനും ഒക്കെ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് ഈ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള ഈ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അവിടെ തങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ തങ്ങുക. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 1-2 ദിവസമൊക്കെ അവിടെ തങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ കാഴ്ചകളും കണ്ട് മടങ്ങി വരാൻ പറ്റുള്ളൂ കേട്ടോ. അത്രയ്ക്ക് സ്പോട്ട് കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പോകാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ നല്ലപോലെ പ്ലാൻ ചെയ്ത് വേണം പോകാനായിട്ട്. എന്നുവെച്ചാൽ അവിടുത്തെ ആ ഒരു കാഴ്ചകളൊന്നും പെട്ടെന്ന് നമുക്ക് കണ്ട് മടങ്ങി വരാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നുണ്ട്, അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെയിനായിട്ട് പോകേണ്ട ഒരു നല്ലൊരു സ്പോട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ശർക്കര ഫാക്ടറിയൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം നമുക്ക് മൂന്നാറിൽ നിന്നൊരു 40 കിലോമീറ്റർ അങ്ങോട്ട് മാറിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്ത് പോകാനൊക്കെ ഉള്ള ഒരു
യാത്രാ വാഹനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ടൂർ പോകുന്ന സമയത്തൊക്കെ അവിടെ പോകാൻ പറ്റുമായിരിക്കും കേട്ടോ. അങ്ങനെ വലിയ വാഹനങ്ങളൊക്കെ പോകുന്നതെങ്കിൽ നമുക്കങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ പോയ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞു കേട്ടോ, നമ്മൾ ആ ഫാക്ടറി എത്തുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് ആ ഒരു ശർക്കരയുടെ മണം അവിടെ കംപ്ലീറ്റ് ആയിട്ട് ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ അവർ ഒരു അവിടെ അത് ഉണ്ടാക്കുന്ന അത് സകലമായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിനും തുച്ഛമായിട്ടുള്ള ചെറിയ അതായത് ഒരു ചെറിയ പാസും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാരെ, നിങ്ങൾ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടി ഞാനിങ്ങനെ കുറേ പ്രാവശ്യം കൂടി പറയുന്നുണ്ടോ, എനിക്കറിയാൻ കാര്യം അത്രയ്ക്ക് എനിക്ക് ആ സ്പോട്ടുകൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ. പിന്നെ അവിടെ വരയനാടിൻ്റെ ആടുകളുടെ ഒരു സെക്ഷനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് വേണം നിങ്ങൾ തിരിച്ചു വരാൻ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അടുത്തിന് ഉടനെ തന്നെ അടുത്തൊരു ട്രിപ്പ് കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അവിടെ പോയി ഒരു 2-3 ദിവസം അവിടെ ഒന്ന് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുകയാണല്ലേ അവിടുത്തെ എല്ലാ കാഴ്ചകളും ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതിനു മുൻപ് നിങ്ങൾക്ക് ഈ കടലൊക്കെ ഇഷ്ടമാണല്ലോ കേട്ടോ. കടലൊക്കെ ഭയങ്കരമായിട്ട് കാണാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പെരുമാതുറ, അതുപോലെ പൂന്തുറ, അതുപോലെ തന്നെ നമ്മുടെ കന്യാകുമാരി, അതുപോലെ നമ്മുടെ കോവളം, വിഴിഞ്ഞം, ഇങ്ങനെയുള്ള കടലിൻ്റെയൊക്കെ ഒത്തിരി വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. ഏകദേശം ഒരു 3 വർഷത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ 2 വർഷത്തിൻ്റെ ആ ഒരു ഗ്യാപ്പിട്ടാണ് കേട്ടോ. അതിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ ഈ കടലുകളുടെ വീഡിയോസ് കേട്ടോ. ഞാൻ ഒരു സമയത്ത് ഒരുപാട് കടലുകളുടെ വീഡിയോസൊക്കെ ഇങ്ങനെ നമ്മൾ അവിടെ പോവുകയും അവിടെ ഇങ്ങനെ അതിൻ്റെയൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കുകയും പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കടൽ നമുക്ക് ഇവിടെ ആ ഒരു സംഗതി ഇല്ല കേട്ടോ. മൂന്നാർ പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കടലോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കട്ടപ്പനയിലും നമ്മളെ ഇടുക്കിയിലേക്ക് അല്ലേ കടൽ അങ്ങനെ ഇല്ല. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ബന്ധുക്കൾ കൂടുതലുള്ളതാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ സഹോദരന്മാരും അവരുടെ മക്കളൊക്കെ ഉള്ളത് അവിടെയാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടാണ് കേട്ടോ, തിരുവനന്തപുരം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ അവർക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ കടൽ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കടലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ.